ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജീനാസ് വ്ലോഗ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ചെറിയ കുക്കിംഗ് ആണ്. ഭയങ്കര ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഡ്രിങ്കാണ് ഇവിടെ ചെയ്യുന്നത്. 1 ലിറ്റർ വെള്ളം, 10 ചുവന്ന ചെമ്പരത്തി, 2 ചെറുനാരങ്ങ, 1 കപ്പ് പഞ്ചസാര. ഇത്രയും സാധനങ്ങളാണ് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ 1 ലിറ്റർ വെള്ളം ഒരു പാത്രത്തിൽ വെച്ച് തിളപ്പിക്കുക. നമ്മുടെ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് ഈ ചെമ്പരത്തിയുടെ ഈ നടുക്കത്തെ ഭാഗം ഇത് നമ്മൾ മാറ്റിയെടുക്കണം. കൂടാതെ അടിയിലത്തെ തണ്ടും ഈ പച്ച കളർ സാധനം ഉണ്ടല്ലോ അതും നമ്മൾ മാറ്റിയെടുക്കണം. പിന്നെ അടിയിലത്തെ തണ്ട് കുറയ്ക്കുന്നു, പിന്നെ പച്ച കളർ സാധനം മാറ്റി വെക്കുന്നു. അപ്പം നമ്മൾ കുറച്ച് ഫാസ്റ്റാണ്. നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങി നമ്മൾ വൃത്തിയാക്കി വെച്ച ചെമ്പരത്തി നമുക്ക് ഈ വെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്പരത്തി വെള്ളത്തിനകത്തിട്ടപ്പോൾ വെള്ളത്തിന് ഒരു പർപ്പിൾ കളർ വന്നു. നമ്മളത് മിക്സ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് നമ്മുടെ ചെമ്പരത്തി പൂവിലെ കളറൊക്കെ ഈ വെള്ളത്തിനകത്ത് മിക്സായി. ഇനി നമുക്ക് ഈ പൂവിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ പൂവിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര അലിഞ്ഞ് തീരുന്ന വരെ നമ്മൾ മിക്സ് ചെയ്യണം. വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് 2 ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. 2 ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആ വെള്ളത്തിൽ നല്ല റെഡ് കളർ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ചെമ്പരത്തി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുടിക്കാം. നല്ല ഹെൽത്തിയും നാച്ചുറലുമായിട്ടുള്ള ഡ്രിങ്കാണ് ചെമ്പരത്തി ജ്യൂസ്. ചെമ്പരത്തി ജ്യൂസ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മുടെ ചെമ്പരത്തി ജ്യൂസ് ഗ്ലാസ്സിൽ ഒഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും.